നമ്മുടെ സെഷൻ്റെ പേര് ആടും മാന്തളിരും എന്നാണ്. അപ്പോൾ ഞങ്ങളവിടെ ഓതേഴ്സ് ലോഞ്ച് ഇരുന്നപ്പോൾ കൽപ്പറ്റ നാരായണ മാഷ് ഇത് കേട്ടിട്ട് ചോദിച്ചു, ഓ കൊള്ളാമല്ലോ, നല്ല സെഷനല്ലോ, നിങ്ങളിൽ ആരാണ് ആട്, ആരാണ് മാന്തളിർ എന്ന്. അത് ഞങ്ങൾ ഈ സംസാരത്തിനിടയിൽ തീരുമാനിക്കുമെന്നാണ് വിചാരിക്കുന്നത്, ആര് മാന്തളിരാവും ആര് ആടാവും എന്ന്. ഈ സെഷനെ സംബന്ധിച്ച് തീരുമാനമെടുക്കുമ്പോൾ ഇതിൻ്റെ ഫെസ്റ്റിവൽ ഡയറക്ടർ പി കെ രാജശേഖരൻ എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഒരു സെഷൻ വെക്കാം, എന്താണ്? ഞാൻ പറഞ്ഞു, പരിപൂർണ സന്തോഷം. ശ്രീ രമേശ് ചെന്നിത്തലയോട് ചോദിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞു പരിപൂർണ സന്തോഷം എന്ന്. കാരണം രാഷ്ട്രീയക്കാരും എഴുത്തുകാരും തമ്മിൽ വളരെയധികം സംവാദങ്ങൾ നടക്കേണ്ട ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മറ്റ് ഫെസ്റ്റിവലുകളിൽ ഇതുപോലെ തന്നെ ഞാൻ ശ്രീ എം പി രാജേഷുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, പി രാജീവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ, പരസ്പരമുള്ള ആശയവിനിമയങ്ങൾ നന്നായി നടന്നിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ശ്രീ രമേശ് ചെന്നിത്തലയോടൊപ്പം സംസാരിക്കുന്നതും വളരെ സന്തോഷമുള്ള ഒരനുഭവമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് രാഷ്ട്രീയക്കാർക്ക് വായനയില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ വായിക്കേണ്ടവരല്ല, അവർ വായനയിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നുമൊക്കെ അകന്ന് ജീവിക്കുന്നവരാണ് എന്ന എന്തോ ഒരു തെറ്റായ ധാരണ നമ്മുടെ സമൂഹത്തിൽ പടർന്നു പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, രാഷ്ട്രീയത്തിൽ ഏറ്റവും സജീവമായി നിൽക്കുന്ന ഓരോ രാഷ്ട്രീയ നേതാക്കളെയും പരിശോധിക്കുമ്പം അവരിൽ ബഹുഭൂരിപക്ഷവും പുസ്തകങ്ങളോട് അടുത്ത് നിൽക്കുന്നവരാണ് എന്ന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ മറ്റ് ഫെസ്റ്റിവലുകളിൽ പലപ്പോഴും രാഷ്ട്രീയക്കാർ പങ്കെടുക്കുന്നു അല്ലെങ്കിൽ എന്നൊക്കെ കേൾക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിലുള്ള എഴുത്തുകാരൊക്കെ വളരെ അത്ഭുതത്തോടു കൂടി പറയുകയുണ്ടായി, ഒരുപക്ഷെ കേരളത്തിൽ രാഷ്ട്രീയക്കാർ ഇത്തരത്തിൽ പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വരുന്നത് പോലെ അതേ ആർജവത്തോടുകൂടി ഒരുപക്ഷെ നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾക്കൊരു രാഷ്ട്രീയ നേതാവിനെ കിട്ടാൻ പ്രയാസമായിരിക്കും സാഹിത്യം സംസാരിക്കുന്നത് എന്ന് അവർ വളരെ അത്ഭുതത്തോടുകൂടിയാണ് പറയുന്നത്. രാഷ്ട്രീയ നേതാക്കൾ നിങ്ങളുടെ പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വരുന്നല്ലോ, അവർ വായിക്കുന്നല്ലോ എന്ന് പറയുന്ന ഒരു വലിയ, അത് കേരളത്തിൻ്റെ മാത്രം സവിശേഷമായ ഒരു പ്രത്യേകതയായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമ്മളുടെ മൊത്തം സാഹിത്യ ചരിത്രത്തിൽ, നമ്മുടെ പാരമ്പര്യത്തിൽ വായന ഒരു പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് രാഷ്ട്രീയത്തിലുള്ളവർക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് ഒട്ടുമേ സാധ്യമല്ല എന്ന് ഓരോരുത്തരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഈ പുതിയ കാലത്തിനല്ല, പഴയ കാലം നോക്കുമ്പോൾ നമ്മുടെ വലിയ നേതാക്കളൊക്കെ തീർച്ചയായിട്ടും വലിയ വായനക്കാരായിരുന്നു, വലിയ എഴുത്തുകാരായിരുന്നു, വലിയ ആശയ സംവാദകരായിരുന്നു എന്ന് നമുക്കറിയാൻ കഴിയും. അത് നെഹ്റു മുതൽ EMS വരെയുള്ള രാഷ്ട്രീയക്കാരുടെ ഒരു വലിയ നിര നമുക്കുണ്ട്. അങ്ങനെ സമ്പന്നമായൊരു പാരമ്പര്യവും നമുക്കുണ്ട് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അവിടെ നിന്നാണ് എവിടെ വെച്ചോ രാഷ്ട്രീയക്കാർ വായനയിൽ നിന്ന് അകന്ന് പോകുന്നവരാണെന്നോ അല്ലെങ്കിൽ എഴുത്തുകാർ രാഷ്ട്രീയത്തിന് അപ്പുറത്ത് നിൽക്കുന്നവരാണെന്നോ ഒരു തോന്നൽ, ഇത് രണ്ടും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എഴുത്തുകാർ രാഷ്ട്രീയം പാടില്ലാത്ത എന്തോ ഒരു നിർജീവ വസ്തുവായി നിൽക്കേണ്ടവരാണ് എന്ന ഒരു തോന്നൽ സമൂഹത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്നു. രാഷ്ട്രീയക്കാർ വായനയിൽ നിന്നും അകന്നു നിൽക്കേണ്ടവരാണ് എന്ന ഒരു തോന്നൽ എവിടേക്കോ പടർന്നു നിൽക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ശ്രീ രമേശ് ചെന്നിത്തലയോട് ഒപ്പം അല്പനേരം ചെലവഴിക്കാൻ നമുക്കെല്ലാവർക്കും സമയം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു തുടങ്ങാമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു ഫെസ്റ്റിവലിൽ DC-യുടെ ഫെസ്റ്റിവലിൽ ഞാനും KR മീരയും കൂടായിരുന്നു സെഷൻ. അപ്പോൾ ഞങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കുമെന്ന് പറഞ്ഞെങ്കിലും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചത് ഞാനാണ്. അപ്പോൾ മീര അത് പറഞ്ഞു, നിങ്ങൾ എന്നെ വെട്ടിലാക്കുകയായിരുന്നു, നിങ്ങളോട് ഞാൻ ചോദിക്കാൻ വെച്ചിരുന്ന ചോദ്യങ്ങളെല്ലാം ചോദിക്കാൻ സമയം കിട്ടിയില്ല. അപ്പം ഞാൻ ചോദിച്ചു തുടങ്ങാമെന്നാണ് കരുതുന്നത്. അതായത് ശ്രീ രമേശ് ചെന്നിത്തല ഞങ്ങൾ ഓർമ്മയുള്ള കാലം മുതൽ, അല്ലെങ്കിൽ ജനിച്ച കാലം മുതൽ തന്നെ രാഷ്ട്രീയക്കാരൻ ആയിരിക്കുകയും രാഷ്ട്രീയത്തിൽ ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ് താങ്കൾ ഒരു വായനക്കാരൻ ആയി മാറിയത്? ചെറുപ്പം മുതലേ തന്നെ
താങ്കൾ വായിക്കുമായിരുന്നോ? വായന ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി താങ്കൾക്ക് തോന്നി തുടങ്ങിയ കാലം, അല്ലെങ്കിൽ അതിലേക്ക് നയിച്ച ഒരു ഘട്ടം? കാരണം പൊതുവേദികളിലൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അതുകൊണ്ട് ഒരുപക്ഷെ ഇവർക്കൊക്കെ വളരെ എന്താണ് സന്തോഷമുള്ള കാര്യമായിരിക്കും അത് കേൾക്കുന്നത്. നമുക്ക് അവിടുന്ന് തന്നെ സംസാരിച്ച് തുടങ്ങാമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാർ വായിക്കില്ല എന്നൊരു പൊതുധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ അത് തെറ്റാണെന്നാണ് എൻ്റെ വിശ്വാസം. നല്ല പങ്കും രാഷ്ട്രീയ പ്രവർത്തകർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും വായിക്കുന്നവരും അതോടൊപ്പം തന്നെ വായിക്കുന്ന പുസ്തകങ്ങളെപ്പറ്റി വിലയിരുത്തുന്നവരുമാണ്. ധാരാളം ആളുകളെ എനിക്കങ്ങനെ നേതാക്കന്മാരും അല്ലാത്തവരുമായ ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ഏതായാലും ബെന്യാമിനുമായിട്ട് ഇങ്ങനെ ഒരു ചർച്ച നടത്താൻ ഉള്ള അവസരം വന്നപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. അദ്ദേഹം ചോദിച്ച ചോദ്യം, ഞാൻ വളരെ കുട്ടിക്കാലം മുതൽ എൻ്റെ വീടിനടുത്ത് ഒരു ഗ്രന്ഥശാല ഉണ്ടായിരുന്നു. തൃപ്പരുന്തുര കലാഭൂഷണി എന്നാണ് ഗ്രന്ഥശാലയുടെ പേര്. എൻ്റെ അച്ഛൻ ആ സ്കൂളിലെ അതിനടുത്തുള്ള സ്കൂളിലെ അധ്യാപകനായിരുന്നതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ അന്ന് ഞങ്ങളുടെ നാട്ടിൽ റേഡിയോ കേൾക്കാൻ സ്ഥലമില്ല. അപ്പോൾ ലൈബ്രറി വന്നാലേ റേഡിയോ കേൾക്കാൻ പറ്റുള്ളൂ. അത് നാട്ടുമ്പുറത്തോ നാട്ടിലൊന്നും റേഡിയോ ഇല്ലാത്ത കാലമാണ്. ആകെ ഒരു റേഡിയോ ആ പഞ്ചായത്തിലുള്ളത് ആ വായനശാലയിലാണ്. അപ്പോൾ റേഡിയോ കേൾക്കാനും അതോടൊപ്പം തന്നെ ബാലസാഹിത്യ കൃതികൾ, ബാലൻ സാഹിത്യം, അതാണ് ഞാൻ ആദ്യമായി വായിച്ചത്. അന്ന് ബാലൻ പബ്ലിക്കേഷൻസിൻ്റെ ബാലസാഹിത്യം, നാടിനെപ്പറ്റി, നാട്ടിലുള്ള വലിയ വലിയ വ്യക്തികളെപ്പറ്റി, രാജ്യത്തിൻ്റെ മഹത്തായ സേവനം നടത്തിയ വ്യക്തികളെ പറ്റിയൊക്കെയുള്ള പുസ്തകങ്ങൾ ഇറക്കുന്ന ഒരു പബ്ലിക്കേഷനായിരുന്നു. അങ്ങ് കേട്ടിട്ടുണ്ടാവും, അത് ബാലൻ പബ്ലിക്കേഷൻ. ആ പബ്ലിക്കേഷനാണ് ആദ്യമായി എനിക്ക് അവിടുത്തെ ലൈബ്രറിയനായ യോഹന്നാൻ അച്ചായൻ ഞങ്ങൾ വിളിക്കുന്നു. യോഹന്നാൻ അച്ചായൻ എനിക്ക് ആദ്യം തന്ന പുസ്തകം ഈ ബാലസാഹിത്യ കൃതികളാണ്. അങ്ങനെയാണ് പുസ്തകം വായിക്കാനായി ശീലിച്ചത്. പിന്നീട് അതേ ലൈബ്രറിയിൽ തന്നെ ഞാൻ അവിടുത്തെ സെക്രട്ടറി ആവുകയും ഗ്രന്ഥശാല പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയും ചെയ്ത കാലഘട്ടങ്ങളിൽ കൂടുതൽ സീരിയസ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാനുള്ള അവസരമുണ്ടായി. അപ്പോൾ വളരെ കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ്റെ കൈവിരൽ തുമ്പിൽ തൂങ്ങി വായനശാലയിൽ പോയി അവിടെ നിന്ന് ആരംഭിച്ച പുസ്തക പാരായണമാണ്. അങ്ങനെയാണ് ലോകത്തെപ്പറ്റി അന്ന് സഞ്ചാര സാഹിത്യം വായിക്കാൻ എനിക്ക് വലിയ താല്പര്യമായിരുന്നു. പിന്നെ ഒന്ന് ഡിക്റ്റേറ്റീവ് നോവൽ വായിക്കാനായിരുന്നു. ആദ്യം സഞ്ചാര സാഹിത്യവും ബാലസാഹിത്യമായിരുന്നെങ്കിൽ പിന്നെ ഡിക്റ്റേറ്റീവ് നോവലാണ്. അങ്ങനെ 10ാം ക്ലാസ് വരെ രാത്രിയിലൊക്കെ ഡിക്റ്റേറ്റീവ് നോവൽ വായിച്ച് വളരെ കൗതുകത്തോടെയും പേടിയോടെയും ഒക്കെ ഇരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് നോവലുകൾ, മറ്റ് സാഹിത്യങ്ങൾ വായിക്കാനായി തുടങ്ങി. ഏറ്റവും ആദ്യമായി ഞാൻ വായിച്ച പുസ്തകം, സീരിയസ് ആയ പുസ്തകം എന്ന് പറയുന്നത് നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം. അതിപ്പോഴും പലപ്പോഴും ഞാൻ മറിച്ച് നോക്കുന്ന ഒരു പുസ്തകമാണ്. തീർച്ചയായും വായനയിലൂടെ കിട്ടുന്ന ഒരു സന്തോഷം, വായനയിലൂടെ കിട്ടുന്ന നമുക്കൊരു ഒരു ഒരു അനുഭൂതി ഒരു പക്ഷേ നമ്മൾ TV സീരിയലുകളിലൂടെയോ അല്ലെങ്കിൽ ആധുനിക ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെയോ കിട്ടുന്നതിനേക്കാൾ വളരെ വലുതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് പുസ്തകത്തിൻ്റെ മണം വളരെ ഇഷ്ടമാണ്. പുസ്തകം കയ്യിലെടുത്താൽ ആദ്യം പുസ്തകത്തെ ഒന്ന് മണത്ത് നോക്കും. കാരണം ആ പുസ്തകത്തിൻ്റെ മണം അത് വളരെ ഹൃദ്യമായി എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ പുസ്തകവുമായിട്ട് വലിയൊരു അടുപ്പം എനിക്കുണ്ട്. അതെന്നും ഞാൻ കാത്തുസൂക്ഷിക്കും. അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല, അങ്ങ് പറഞ്ഞത് ശരിയാണ്. അധികം ആളുകൾക്ക് അത് അറിയില്ല. പക്ഷേ കേരളത്തിൽ നിന്ന് ഇറങ്ങുന്ന അങ്ങയുടെ നോവലുകളിൽ ഒരെണ്ണം നിശബ്ദ സഞ്ചാരം ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ കേരളത്തിൽ ഏറ്റവും അവസാനം ഇറങ്ങുന്ന നോവൽ ആദ്യം വായിക്കുന്ന ആൾ ഞാനാണ്. അത് DC ആണെങ്കിലും മാതൃഭൂമി ആണെങ്കിലും മറ്റേത് പ്രസിദ്ധീകരണമാണെങ്കിലും ആ നോവൽ വാങ്ങിച്ച് വായിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കൗതുകമാണ്. ഏറ്റവും അവസാനമായി ഞാനിപ്പോൾ വായിക്കുന്ന നോവൽ ഉരു എന്ന് പറയുന്ന നോവലാണ്. വളരെയേറെ ഇഷ്ടപ്പെട്ട, ആ എഴുത്തുകാരൻ തന്നെ നേരത്തെ റെയിൽവേ തീവണ്ടിയെപ്പറ്റി ഒരു സമ്പർക്ക ക്രാന്തി ഇറക്കി. നമ്മുടെ നെടുമങ്ങാടുകാരനാണ്, ഗോപാലകൃഷ്ണനൊക്കെ അറിയായിരിക്കും. വളരെ മനോഹരമായൊരു നോവലാണ്. ഈ വേണാടിൻ്റെ ചരിത്രം കൂട്ടിച്ചേർത്ത് കൊണ്ടുള്ള ആ കാലഘട്ടത്തിൽ ആദിവാസി സമൂഹത്തുമായി ബന്ധപ്പെട്ട ഒരു നോവലാണ്. അപ്പോൾ അങ്ങനെ നോവൽ വായിക്കുന്നതിന് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. ഇപ്പോൾ ഡിക്റ്റേറ്റീവ് നോവൽ വായിക്കാറില്ല.
ഈ നോവലാണ്, സാധാരണ നോവലുകളാണ് കൂടുതൽ വായിക്കാറുള്ളത്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ബെന്യാമിൻ എന്ന ഹീബ്രു വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വലങ്കൈ എന്നാണ്. ഈ ബെന്നി ദാനിയൽ എന്ന വ്യക്തി ഈ ബെന്യാമിനായതിൻ്റെ പിന്നിൽ എന്താണ് ഉള്ളത്? ഒരു ആത്മീയത അതിനകത്തുണ്ടോ, ആത്മീയ അംശമുണ്ടോ എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. ആത്മീയാംശമൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഈ വളരെ വൈകി എഴുത്തിലേക്കൊക്കെ വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. 29-30 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായിട്ടൊരു കഥ പ്രസിദ്ധീകരിക്കുന്നത്. പക്ഷേ എൻ്റെ ചെറുപ്പകാലത്ത് അങ്ങേക്കറിയാവുന്നതുപോലെ കുളനടയിൽ ധാരാളം വായനക്കാരുണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാരൊക്കെ വലിയ വായനക്കാരൊക്കെ ആയിരുന്നു. അപ്പോൾ അവരിൽ നിന്നാണ് ഞാൻ ആനന്ദെന്നോ അല്ലെങ്കിൽ ബാലേന്ദ്രൻ ചുള്ളിക്കാടെന്നോ കുരീപ്പഴ ശ്രീകുമാറെന്നോ ഒക്കെ പേരുകൾ പോലും കേൾക്കുകയോ കവിത കേൾക്കുകയോ സാഹിത്യം എന്താണെന്ന് മനസ്സിലാക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അവന് ശേഷം ഞാൻ കഥ എഴുതി തുടങ്ങിയ ഒരു കാലത്ത് എനിക്ക് ഭയങ്കര പേടിയായി തുടങ്ങി. ഇവരുടെ മുമ്പിൽ ഇത് ഞാനാണോ എഴുതുന്നത് എന്നുള്ള ഒരു പേടി. ഇത് അവർ അറിഞ്ഞു പോയാൽ ഇത് ചിലപ്പോൾ അവരെന്നെ വല്ലാതെ വിമർശിക്കുമല്ലോ എന്നുള്ള ഒരു പേടിയിൽ നിന്നാണ് ഒരു തൂലികാനാമത്തിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കാം എന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഏത് പേര് വേണമെന്ന് തീരുമാനിച്ചപ്പോൾ ബെന്നി എന്ന് പറയുന്ന എൻ്റെ ഒറിജിനൽ നാമം യഥാർത്ഥത്തിൽ ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് ബെന്യാമിൻ എന്ന് പറയുന്ന ഹീബ്രു നാമത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ചെറുപ്പത്തിൽ എൻ്റെ അപ്പച്ചൻ സ്ഥിരമായിട്ട് എന്നെ ബെന്യാമിൻ എന്നായിരുന്നു വിളിക്കുന്നത്. അന്ന് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു എന്നെ ഇങ്ങനെ ബെന്യാമിൻ എന്ന് വിളിക്കുന്നത്, എന്നെ കളിയാക്കാൻ വേണ്ടി വിളിക്കുന്നു എന്നാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ ഒരു പേര് തിരഞ്ഞെടുക്കാൻ തോന്നിയപ്പോൾ ബെന്യാമിൻ കുഴപ്പമില്ലാത്ത ഒരു പേരാണ് എന്ന് തോന്നുകയും ഞാനത് തിരഞ്ഞെടുക്കുകയുമായിരുന്നു. അതിൻ്റെ പിന്നിൽ മറ്റൊരു മാനസികാവസ്ഥയിലുണ്ട്, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് അന്ന് ഞാൻ വിചാരിച്ചത് ഈ എൻ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന എഴുത്തുകാരെല്ലാം വലിയ മഹാന്മാരാവും എന്നാണ്. ഇപ്പോൾ വാസുദേവൻ, മുകുന്ദൻ, വൈശാഖൻ തുടങ്ങി പത്മനാഭൻ, അങ്ങനെ മലയാളത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാർ, അക്കാലത്ത് ഞാൻ ആസ്വദിച്ച എല്ലാ എഴുത്തുകാരും എന്നിൽ അവസാനിക്കുന്നത് കൊണ്ട് ബെന്യാമിൻ ഒരു പേര് തിരഞ്ഞെടുത്താൽ ചിലപ്പം ഞാനും രക്ഷപ്പെടുമല്ലോ എന്ന് കരുതി ആ പേര് കൂടി തിരഞ്ഞെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ബെന്യാമിൻ എന്ന പേരിൻ്റെ പിന്നിലുള്ള കാരണം. അടുത്ത അങ്ങോട്ടുള്ള ചോദ്യം, ഒരു രാഷ്ട്രീയക്കാരൻ എന്തുകൊണ്ട് നല്ല വായനക്കാരനാവണം എന്നാണ് താങ്കൾ കരുതുന്നത്? എന്തുകൊണ്ട്? അല്ലെങ്കിൽ വായിക്കാതിരുന്നാലും നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാം, ജനങ്ങളുമായി സമ്പർക്കം പുലർത്താം. അങ്ങനെ നമ്മുടെ വലിയ നേതാക്കളിൽ, നല്ല നേതാക്കളിൽ പലരും വായിക്കാതെ തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളവരും നമുക്കറിയാം. പക്ഷേ ഒരു രാഷ്ട്രീയക്കാരൻ വായിക്കുന്നത് കൊണ്ട്, വായനക്കാരനായ ഒരു രാഷ്ട്രീയക്കാരനുണ്ടാവുന്ന ബലം എന്തൊക്കെയാവും എന്നാണ് താങ്കളുടെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യം കൊണ്ടും പരിചയം കൊണ്ടും എഴുത്ത് പരിചയം കൊണ്ടും താങ്കൾക്ക് തോന്നുന്നത്? രാഷ്ട്രീയക്കാരൻ നല്ല വായനക്കാരനാകണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം നമ്മൾ മറ്റുള്ളവരുമോട് സമ്മതിക്കുന്ന ആളുകളാണ്. രാഷ്ട്രീയ പ്രവർത്തകർ എപ്പോഴും ആളുകളോട് സമ്മതിക്കുകയും സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ധാരാളം ആശയങ്ങൾ പുതുതായി വരണം, പുതിയ പുതിയ നറേറ്റീവ്സ് വരണം, പുതിയ പുതിയ ആശയങ്ങൾ വരണം. അപ്പം നമ്മൾ അങ്ങനെ വരണമെങ്കിൽ നമ്മൾ വായിക്കണം, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുകയും വായനയിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് ആശയങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രവർത്തനത്തിലാണ് രാഷ്ട്രീയ നേതാക്കന്മാർ, പ്രത്യേകിച്ച് രാഷ്ട്ര നേതാക്കന്മാർ. പ്രത്യേകിച്ചും രാജ്യത്ത് നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ നയിക്കാനും രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുക്കേണ്ടവരുമാണ്. അപ്പം നമുക്കൊരു ഉൾക്കാഴ്ച അതിനെപ്പറ്റി ഉണ്ടാകണം. വിശാലമായ അർത്ഥത്തിൽ ജനങ്ങളെ കാണാൻ നമുക്ക് സാധിക്കണം. അവർക്ക് ആശയങ്ങൾ പകർന്നു കൊടുക്കാനും അവരുടെ ചിന്തകളെ രൂപപ്പെടുത്താനും കഴിയത്തക്ക നിലയിൽ നമുക്ക് മുന്നോട്ട് വരണമെങ്കിൽ നമ്മൾ വായിക്കേണ്ടത് ഒരാവശ്യമാണ്. അത് നോവൽ വായിച്ചാലും ചിലത് കിട്ടും നമുക്ക്, അല്ലാതെയുള്ള പുസ്തകങ്ങൾ, നോവലല്ലാതെ ഉള്ള പുസ്തകങ്ങളുണ്ടല്ലോ ധാരാളം. ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും ചിന്താദീപകങ്ങളായ പുസ്തകങ്ങൾ വായിക്കുന്നതും ഏറ്റവും ആവശ്യമായൊരു കാര്യമാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു പുസ്തകം വായിച്ചു, വൈ ഐ കിൽഡ് ഗാന്ധി, എന്തിന് ഞാൻ ഗാന്ധിയെ കൊന്നു എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഞാൻ ആ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് നിരവധിയായ
പ്രസംഗങ്ങൾ നടത്താൻ വളരെ വളരെ എളുപ്പത്തിൽ ഉള്ള പുതിയ പുതിയ ആശയങ്ങൾ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ഒരുപക്ഷെ ഞാൻ ആ പുസ്തകം വായിച്ചില്ലായിരുന്നെങ്കിൽ അത് ഒരു ഡച്ച് സാഹിത്യകാരൻ എഴുതിയതാണ്. കൊർണാഡ്, ഫുൾ നെയിം മറന്നു, കൊർണാഡ് എന്ന് തുടങ്ങുന്ന പേരാണ് അദ്ദേഹത്തിന്. അത് ആ പുസ്തകം എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയെ കൊന്ന ശേഷം നാഥുറാം ഗോഡ്സെ പൂന ഹൈക്കോടതിയിൽ സമർപ്പിച്ച അവസാനത്തെ തൻ്റെ അഫിഡവിറ്റിനെ ആധാരമാക്കിക്കൊണ്ടുള്ളൊരു പുസ്തകമാണ്. ആ പുസ്തകം വായിച്ചപ്പോഴാണ് പുതിയ പുതിയ കാര്യങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടത്. അതുപോലെ അടുത്ത മറ്റൊരു പുസ്തകം ഞാൻ ഈ സബർമതി ആശ്രമത്തിൽ പോയപ്പോൾ വായിക്കാൻ, ദി പട്ടേൽ ആളുകൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ്. രാജ്മോഹൻ ഗാന്ധി എഴുതിയൊരു പുസ്തകമാണ് ദി പട്ടേൽ. വല്ലഭായ് പട്ടേലിനെ പറ്റിയുള്ള ജീവചരിത്രമാണ്. പക്ഷേ അത് അത് ഒരു കാലഘട്ടത്തിലെ കോൺഗ്രസിൻ്റെ മുഴുവൻ ചരിത്രവുമാണ്. ഞാനത് വായിച്ചപ്പോഴാണ് ഇന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ എനിക്ക് എന്താണ് എൻ്റെ പാർട്ടിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ആശയം എൻ്റെ മനസ്സിൽ വരുന്നത്. അപ്പം ഞാനിത് 1-2 പുസ്തകങ്ങളുടെ കാര്യം മാത്രം പറഞ്ഞതാണ്. അതുപോലെ ധാരാളം പുസ്തകങ്ങൾ നമ്മൾ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമുള്ള ധാരാളം പുസ്തകങ്ങൾ വായിക്കുമ്പോഴാണ് പുതിയ തലമുറയ്ക്ക് നമുക്ക് പുത്തൻ ആശയങ്ങൾ പകർന്നു കൊടുക്കാൻ കഴിയുന്നത്. ഇന്ത്യ വിൻസ് ഫ്രീഡം, അബ്ദുൽ കലാം ആസാദിൻ്റെ പ്രസിദ്ധമായ ജീവചരിത്രമാണ്. 12 വർഷക്കാലം ആ ജീവചരിത്രത്തിൻ്റെ ഒരു ഭാഗം കൽക്കട്ട ലൈബ്രറിയിൽ താഴിട്ട് പൂട്ടി വച്ചിരുന്നു. ഞാൻ മരിച്ച് 12 വർഷങ്ങൾ കഴിഞ്ഞ ശേഷമേ ആ പുസ്തകം പ്രസിദ്ധീകരിക്കാവൂ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആ പുസ്തകത്തിലെ അത് എൻ്റെ കാരണം വല്ലഭായ് പട്ടേലിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ അതിശക്തമായ ആരോപണങ്ങളാണ്. പക്ഷെ ആ പുസ്തകം വായിക്കുന്ന ഒരാൾക്ക് ആ ആശയഗതികളോട് നമുക്ക് ഉള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത് വിവിധ അഭിപ്രായങ്ങൾ. ഇപ്പം ഗാന്ധി ആൻഡ് അംബേദ്കർ വായിക്കേണ്ട പുസ്തകമാണ്. പൂന പാക്ട് ഉൾപ്പെടെയുള്ള ഗാന്ധിയും അംബേദ്കറും തമ്മിലുള്ള വാദപ്രതിവാദം. അപ്പം ഇത്തരം പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ടത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ കടമയാണ്. അപ്പം ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇത്തരം പുസ്തകങ്ങൾ ആവശ്യമാണ്. ഞാൻ അതോടൊപ്പം തന്നെ ഗോൾവർക്കറുടെ ആത്മകഥ ഞാൻ വായിച്ചിട്ടുണ്ട്. മാർക്സിനെ പറ്റി ഞാൻ വായിച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ എല്ലാ വശങ്ങളും അറിയണമെങ്കിൽ നമ്മൾ വ്യത്യസ്തമായ പുസ്തകങ്ങൾ വായിക്കാൻ തയ്യാറാകണം. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തകർ, നേതാക്കൾ പ്രത്യേകിച്ചും വായന സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നാളെ നേതാക്കന്മാരായ വരാൻ ആഗ്രഹിക്കുന്നവരും വായന ഒരു ശീലമാക്കി തീരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ബെന്യാമിൻ ഇപ്പം ഞാൻ വായിച്ചിട്ടുണ്ട്, അങ്ങ് ബഹ്റൈനിൽ പുസ്തകങ്ങൾ എഴുതുന്നതിന് മുമ്പ് ഒരു വർഷം 100-150 പുസ്തകങ്ങൾ വായിച്ചിരുന്നുവെന്ന് അങ്ങ് എവിടെയോ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അത് പ്രവാസം എന്ന് പറയുന്നത് ജീവിക്കാൻ വേണ്ടി പോകുന്നതാണ്. പക്ഷെ അങ്ങ് അന്നൊരു എഴുത്തുകാരനായിരുന്നല്ലോ, എഴുതിയിട്ടില്ലായിരുന്നു. പക്ഷെ അങ്ങ് പിന്നീട് അവിടെ ബഹ്റൈനിൽ ജീവിച്ചൊരു കാലഘട്ടത്തിൽ 100-150 പുസ്തകങ്ങൾ എഴുതിയ ശേഷമാണ്, വായിച്ചതിന് ശേഷമാണ് നോവലുകൾ എഴുതാൻ അല്ലെങ്കിൽ പുസ്തകങ്ങൾ എഴുതാൻ അങ്ങ് തുടങ്ങിയത്. ഈ പ്രവാസ ജീവിതം അങ്ങേ ഈ എഴുത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. 100% എന്നാണ് അതിന് ഉത്തരം. കേരളത്തിലെ ഏതെങ്കിലും, ഞാൻ പോളിടെക്നിക്ക് പഠിച്ചിട്ടാണ് പോയത്. അപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളിൽ ഒരു തൊഴിലാളിയായിട്ടായിരുന്നു എൻ്റെ ബാക്കി ജീവിതമെങ്കിൽ നിശ്ചയമായിട്ടും ഞാനൊരു എഴുത്തുകാരനാവില്ലായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. 21ാമത്തെ വയസ്സിലാണ് ഞാൻ ബഹ്റിനിലേക്ക് പോകുന്നത്. പിന്നീട് 21 വർഷക്കാലം അവിടെ താമസിക്കുകയും ചെയ്തു. ഈ 21ാമത്തെ വയസ്സിൽ പഠനം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് പോലും കിട്ടുന്നതിന് മുമ്പേ ബഹ്റിനിലേക്ക് പോകുമ്പോൾ പന്തളത്തല്ല, ഞാൻ കോയമ്പത്തൂരായിരുന്നു പഠിച്ചത്. അപ്പോൾ ബഹ്റിനിലേക്ക് പോകുമ്പോൾ എൻ്റെ കൂട്ടുകാരിൽ പലരും നാട്ടിലാണ്, അവരൊക്കെ നല്ല വായനക്കാരാണ്. ഈ സൗഹൃദങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഏകാന്തതയുണ്ട്, ഒരു ഒറ്റപ്പെടലുണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് ഞങ്ങളുടെ അടുത്ത സ്കൂളിലെ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിച്ച്, അച്ചൻകോവിലാറ്റിൽ വൈകിട്ട് എല്ലാവരും കൂടി നീന്തി കളിച്ച് മുങ്ങിക്കുളിച്ച്
വൈകിട്ട് എല്ലാവരും കൂടി വട്ടം കൂടിയിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് വീട്ടിൽ പോകുന്ന, അല്ലെങ്കിൽ ഉത്സവപ്പറമ്പിൽ സാംബശിവൻ്റെ കഥാപ്രസംഗമുണ്ടെങ്കിൽ അത് കേൾക്കാൻ പോവും, ഗാനമേള ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ പോവും, നാടകമുണ്ടെങ്കിൽ അത് കാണാൻ പോവും. അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് മരുഭൂമിയിലേക്ക് വലിച്ച് എറിയപ്പെടുകയാണ്. സത്യത്തിൽ നമ്മുടെ ജീവിതം നമ്മൾ ആഗ്രഹം കൊണ്ട് തന്നെയാണ് പോകുന്നത്. അന്ന് ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? സാധാരണക്കാരനായ ഒരാളുടെ ആഗ്രഹം എന്ന് പറഞ്ഞത് ഗൾഫുകാരനാവുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെപ്പോലെ ഒരു സാധാരണ താഴ്ന്ന ജീവിത നിലവാരത്തിൽ നിന്ന് വരുന്ന ഒരാൾ, എൻ്റെ ഫാദർ ഒരു ടാക്സി ഡ്രൈവറാണ് ആയിരുന്നു, അമ്മ ഒരു വീട്ടമ്മയും. അപ്പോൾ അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് ഗൾഫിൽ പോവുക എന്ന അനുഭവം, അവിടെ ചെന്ന് ജോലി കിട്ടി എങ്കിൽ പോലും നമ്മൾ അനുഭവിക്കുന്ന ഒരു വലിയ ഏകാന്തതയും ഒറ്റപ്പെടലും മരവിപ്പും ഒക്കെയുണ്ട്. അത് അന്നത്തെ ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച്, അതുവരെ വായന ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലാത്ത ഒരാളെ സംബന്ധിച്ച് അത് അനുഭവിക്കേണ്ടതല്ല. പക്ഷേ എങ്കിൽ പോലും എൻ്റെ ഉള്ളിലൊരു വലിയ ശൂന്യത അനുഭവപ്പെടുകയും ഞാൻ എത്തപ്പെടേണ്ട ഇടത്ത് എത്തിയില്ല എന്ന ഒരു തോന്നൽ എൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. പിന്നീട് ഞാൻ അക്കാലത്ത് സ്ഥിരമായിട്ട്, അന്ന് ഈ VCR ഒക്കെ ഉള്ള സമയമാണ്, സിനിമ കാണലായിരുന്നു ഒരു കാലത്ത് പരിപാടി. പക്ഷേ ആ സിനിമ കണ്ടപ്പോഴൊന്നും എനിക്ക് എൻ്റെ ഉള്ളിലുള്ള എന്തോ ഒന്നിനെ തൃപ്തിപ്പെടുത്താൻ എനിക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ട്. 21ാമത്തെ വയസ്സിൽ നല്ല ജോലിയല്ല, ഞാനവിടെ ആടുജീവിതമൊന്നും ആയിരുന്നില്ല നയിക്കുന്നത്. നല്ല ജോലി, നല്ല ശമ്പളം, ബഹ്റൈൻ എന്ന് പറയുന്ന രാജ്യം മറ്റ് അറബ് രാജ്യത്തെ പോലെയുള്ള എല്ലാ സുഖ സൗകര്യങ്ങളുമല്ല, ഏതുതരം തരത്തിലും നിങ്ങൾക്ക് പണം ചെലവഴിക്കാൻ സാധ്യതയുള്ള ആഹ്ലാദങ്ങളുടേതായ ഒരു നഗരമാണത്. ഒരു യൂറോപ്യൻ സിറ്റിക്ക് സമാനമായ നഗരമാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാമായിരുന്നു. പക്ഷെ അപ്പോൾ പോലും എനിക്ക് തോന്നുകയാണ്, എൻ്റെ ഉള്ളിൽ ആ 21 22 വയസ്സുള്ള ആൾക്ക് തോന്നുകയാണ്, എനിക്ക് തൃപ്തിയാവുന്നില്ല, ഞാൻ ജീവിക്കേണ്ട രീതിയിലല്ല ഞാൻ ജീവിക്കുന്നത് എന്ന തോന്നലിൽ നിന്നാണ് ഞാൻ പുസ്തകങ്ങളിലേക്ക് പോകുന്നത്. അവിടെ മിയാമി ബുക്സ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു. അത് പുസ്തക കച്ചവടം, വീക്കിലികളൊക്കെ കിട്ടുന്ന കടയാണ്. പക്ഷേ ആ കടയോട് ചേർന്ന് തന്നെ ഒരു പ്രൈവറ്റ് ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിൽ നിന്ന് നമുക്ക് വാടകയ്ക്ക് പുസ്തകങ്ങൾ എടുക്കാം, വായിക്കാം. അങ്ങനെയാണ് വായന തുടങ്ങുന്നത്. അന്ന് 8 മണിക്കൂർ കൃത്യമാണ് ജോലി. പിന്നീട് 16 മണിക്കൂർ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിലാണ് വായന ആരംഭിക്കുകയും. പക്ഷെ വായന ആരംഭിച്ചപ്പോഴാണ് സത്യത്തിൽ എനിക്ക് എന്തൊക്കെയോ ലഭിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ. ഞാൻ തേടിയിരുന്ന എന്തൊക്കെയോ ചോദ്യങ്ങൾക്ക്, എൻ്റെ ആകുലതകൾക്ക്, എൻ്റെ സങ്കടങ്ങൾക്ക്, എൻ്റെ വ്യഥകൾക്ക്, എൻ്റെ ഭീതികൾക്ക് ഒക്കെ ഉത്തരങ്ങൾ ഇതാ ഈ പുസ്തകങ്ങൾ ഓരോന്നായി കൊണ്ടുതരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാവുകയും ഞാൻ കൂടുതൽ പുസ്തകങ്ങളോട് ആഭിമുഖ്യമുള്ള ആളായി തീരുകയും, ആ പുസ്തകങ്ങളുടെ ആസ്വാദനക്കുറിപ്പുകൾ മറ്റാർക്കും വേണ്ടിയല്ലാതെ ഞാൻ എൻ്റെ തന്നെ ഡയറി കുറിപ്പുകളിൽ എഴുതി വെക്കുകയും, കത്തുകൾ എഴുതുകയും, എഴുതുന്ന കത്തുകളിൽ അന്ന് വാട്സപ്പും മെസ്സേജും ഫോൺ വിളിയും ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് കത്തുകളായിരുന്നു കൂട്ടുകാരോടുള്ള അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള ഏറ്റവും വലിയ സംവേദന ഉപകരണമെന്ന നിലയിൽ. ഈ കത്തുകൾ എഴുതുമ്പോൾ, കൂട്ടുകാരായ ആൾക്കാർക്ക് കത്തുകൾ എഴുതുമ്പോൾ ഈ കത്തുകളിൽ പുസ്തകത്തെക്കുറിച്ച് എഴുതുക, പുസ്തകത്തിൽ വായിച്ച നല്ല ആശയങ്ങൾ എഴുതുക, അവരവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കുക. അങ്ങനെ ഒരു കൊടുക്കവാങ്ങലിൻ്റേതായ ഒരു 7-8 വർഷക്കാലം, ആ 8 വർഷക്കാലത്തും കൊണ്ട് ഞാൻ യഥാർത്ഥത്തിൽ സാധിച്ചത് ഭാഷയോട് പരിചയപ്പെടുക എന്നായിരുന്നു. ഞാനങ്ങനെ ഭാഷയൊന്നും ഐച്ഛികമായി എടുത്ത് പഠിച്ചിട്ടുള്ള ആളല്ല. പ്രീ ഡിഗ്രി കാലം വരെ മാത്രമേ മലയാളം പഠിക്കുകയോ എന്തെങ്കിലും ഭാഷാ പഠനം നടത്തുകയോ ചെയ്തിട്ടുള്ളൂ. പിന്നെ പറഞ്ഞതുപോലെ പോളിടെക്നിക്ക് പഠനമായിരുന്നു, അവിടെ ഭാഷാ പഠനമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഭാഷയോട് പരിചയിക്കാനുള്ള ഒരു കഴിവ്, ആശയങ്ങൾ എങ്ങനെയാണ് അക്ഷരങ്ങളാക്കി മാറ്റുന്നത്, സ്വപ്നങ്ങൾ എങ്ങനെയാണ് അക്ഷരങ്ങളാക്കി മാറ്റുന്നത്, ചിന്തകൾ എങ്ങനെയാണ് അക്ഷരങ്ങളാക്കി മാറ്റുന്നത് എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു എക്സസൈസ് ആയിരുന്നു ഈ ഡയറി എഴുത്തും ഈ കത്തെഴുത്തും എന്ന് പറയുന്നു. അങ്ങനെ ചിന്ത ഇങ്ങനെ കൂടിക്കൂടി വരികയും പുസ്തകങ്ങൾ ധാരാളമായി വായിക്കുകയും, അന്ന് എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരിടത്തു നിന്നാണ് എനിക്കും ഒരു കഥ പറഞ്ഞാൽ എന്താണ് എന്ന ഒരു തോന്നലുണ്ടാവുകയും അവസാനം 99 ഒരു ചെറിയ കഥ എഴുതുകയും ചെയ്യുന്നത്. അതാണ് ആ ഒരു എഴുത്തിൻ്റെ അല്ലെങ്കിൽ വായനയുടെ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ എന്നെ പരുവപ്പെടുത്തിയ ഒരു കാലമെന്ന് പറയുന്നത്. ആ ഒരു കാലം സ്വാഭാവികമായിട്ടും ഗൾഫ് സമ്മാനിച്ചതാണ്, മരുഭൂമി സമ്മാനിച്ചതാണ്, അവിടുത്തെ ഏകാന്തത സമ്മാനിച്ചതാണ്. അതുകൊണ്ട് ഗൾഫിൽ പോയില്ലായിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും എഴുത്തുകാരനാവുകയില്ലായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങയോട് എനിക്ക് ഇപ്പോൾ ചോദിക്കാനുള്ള അടുത്ത ചോദ്യം, ദീർഘകാലം അങ്ങ് ദില്ലിയിലുണ്ടായിരുന്നു.
ദില്ലി കാലത്ത് അപ്പം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ലോകത്ത് പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വലിയ ലൈബ്രറി ഡബ്ലിനിലെ ലൈബ്രറിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ലൈബ്രറി. ഇത്ര ഹ്യൂജാണ്, മനോഹരമാണ്. പക്ഷെ സ്വകാര്യ ലൈബ്രറികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്ദിരാഗാന്ധിയുടെ ലൈബ്രറിയാണ്. ഞാൻ അവിടെ പോയി നിന്നിട്ട് ഞാൻ ആ ഫോട്ടോ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വെച്ച് കാണും. വീട്ടിലൊരു ലൈബ്രറി ഉണ്ടെങ്കിൽ അതുപോലെ വേണം. അതിനകത്തെ ആ ചാരുകസേരയും ആ പുസ്തകങ്ങളുടെ ഇരിപ്പും ആ മുറിയും അതിൻ്റെ പ്രത്യേകതയും ഒക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. അതൊരു മ്യൂസിയമാക്കി ഇപ്പോൾ വെച്ചിരിക്കുകയാണല്ലോ. അപ്പം അങ്ങനെ ദില്ലി കാലത്ത് അങ്ങക്ക് ഉണ്ടായിട്ടുള്ള വായനാനുഭവങ്ങൾ, ഒരു പക്ഷേ എഴുത്തുകാരെ കണ്ട അനുഭവങ്ങൾ, കേരളത്തിൽ നിന്ന് മാറി അവിടെ ചെന്നപ്പോഴുള്ള കാര്യങ്ങൾ, അത് അതുവരെയുള്ള എല്ലാ ചിന്തകളും മാറുന്ന ലോകത്തെ കാണുന്നു, ലോക നേതാക്കളെ ഒരു പക്ഷേ കാണുന്നു. അങ്ങനെ ആ ദില്ലി അനുഭവങ്ങൾ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അതിനോട് ചേർത്ത് അക്കാലത്തെ വായന അല്ലെങ്കിൽ അക്കാലത്തെ പുസ്തകങ്ങൾ, കണ്ടുമുട്ടിയവർ, അങ്ങനെ ഒരു ദില്ലി ജീവിതം ഒന്ന് പറഞ്ഞാൽ സൗകര്യമായി. 25 വർഷക്കാലത്തോളം ഞാൻ ഡൽഹിയിലായിരുന്നു. MP ആയ 4 തവണ MP ആയപ്പോഴും അതിനു മുമ്പും NSUIയുടെ ദേശീയ പ്രസിഡൻ്റായും യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡൻ്റായും പിന്നെ MP ആയും ഒക്കെ പ്രവർത്തിച്ച് 25 വർഷം എൻ്റെ ജീവിതത്തെ വളരെയേറെ രൂപപ്പെടുത്തിയ ഒരു കാലഘട്ടമാണ്. അങ്ങനെയാണ് എനിക്ക് കൂടുതൽ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത്. മാത്രമല്ല ഹിന്ദി പുസ്തകങ്ങൾ, ഹിന്ദിയിലെ ലബ്ധപ്രതിഷ്ഠരായ സാഹിത്യകാരന്മാരെ പരിചയപ്പെടാനും. ഇടയ്ക്ക് നിർത്തിയൊരു കാര്യം പറയട്ടെ, ഇത്രയും മനോഹരമായി ഹിന്ദി സംസാരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ കേരളത്തിൽ വളരെ അപൂർവമാണ് എന്നൊരു കാര്യം കൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ ശ്രീ രമേശ് ചെന്നിത്തലയുടെ ദില്ലി ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഹിന്ദി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. മനോഹരമായ രീതിയിൽ, നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദി എന്ന് പറയുന്നത് എന്തോ വിദൂരമായ ഭാഷ, പഠിച്ചിട്ട് എഴുതാൻ വേണ്ടി ഉള്ളൊരു സാധനം മാത്രമാണെങ്കിൽ അദ്ദേഹം അത് മനോഹരമായി കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഇതിൻ്റെ കൂടെ, അല്ല ചിലപ്പോൾ ഞാൻ മറന്നു, അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ. തുടരാം. ഹിന്ദി പുസ്തകങ്ങൾ വായിക്കാൻ എനിക്ക് അവസരമുണ്ടായത് അവിടെ വെച്ചാണ്. കാരണം ഇവിടെ ഹിന്ദി പുസ്തകങ്ങളൊന്നുമില്ല. ഇവിടെ മലയാളം പുസ്തകങ്ങൾ അല്ലെങ്കിൽ മാക്സിമം ഒരു ഇംഗ്ലീഷ് പുസ്തകം മാത്രമാണ്. തുളസീദാസിൻ്റെ രാമചരിത മാനസ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളൊരു കൃതിയാണ്. നമ്മളിവിടെ രാമായണം വായിക്കുന്നത് എഴുത്തച്ഛൻ്റെ രാമായണമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ യഥാർത്ഥ രാമായണം എന്ന് പറയുന്നത് തുളസീദാസിൻ്റെ രാമചരിത മാനസാണ്. അതിന് രാമായണം എന്നല്ല, രാമചരിത മാനസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ഈ അടുത്ത സമയത്ത് നമ്മുടെ രാജഗോപാൽ സാർ മലയാളത്തിൽ അതിൻ്റെ പരിഭാഷ അല്ലേ, മലയാളം പരിഭാഷ, ഞാൻ ആ ചടങ്ങിൽ പങ്കെടുത്ത ആളാണ്. അങ്ങനെ പരിഭാഷ ഇറക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആ ജീവിതത്തിൻ്റെ ഒരു വലിയ സൗഭാഗ്യമാണ്. തുളസീദാസിൻ്റെ രാമായണം വായിക്കാനും അതിൻ്റെ 2-3 വിശകലനങ്ങൾക്ക് വേണ്ടിയിട്ട് അലഹബാദിൽ പോകാനും എനിക്ക് കഴിയും. അതുപോലെ ഏറ്റവും പ്രസിദ്ധരായ മൈഥിലി ശരൺ ഗുപ്ത ഹിന്ദിയിലെ ഏറ്റവും നല്ല ലബ്ധപ്രതിഷ്ഠനായ കവിയാണ്. പ്രേംചന്ദ് ഏറ്റവും നല്ല നോവലുകൾ എഴുതിയിട്ടുള്ള ഹിന്ദി എഴുത്തുകാരാണ്. അപ്പോൾ വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഈ ഹിന്ദി വായിക്കുന്നവരോട് അവർക്ക് വലിയ സ്നേഹമാണ്. ഞാൻ പാർലമെൻറ്റിൽ ഹിന്ദി പ്രസംഗിക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അഭിനന്ദിച്ചിട്ടുള്ളത് 2 പേരാണ്. ജോർജ് ഫെർണാണ്ടോ, അദ്ദേഹത്തിന് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം, പക്ഷെ അദ്ദേഹം ഒരിക്കലും ഇംഗ്ലീഷ് പ്രസംഗിക്കത്തില്ല, ഹിന്ദിയിലേ പ്രസംഗിക്കത്തുള്ളൂ. അതുപോലെ വാജ്പേയിജി, അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാം, പക്ഷെ ഹിന്ദിയിലേ പ്രസംഗിക്കുള്ളൂ. എന്നെ എപ്പോഴും വിളിച്ച് ജോർജ് ഫെർണാണ്ടസ് പറയുമായിരുന്നു, നിങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ സംസാരിക്കണം. എന്നെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ഹിന്ദി സാഹിത്യകാരന്മാരുമായിട്ടുള്ള ഇടപെടൽ, പുതിയ സാഹിത്യകാരന്മാർ, പഴയ കാലത്തെ സാഹിത്യകാരന്മാർ, അവരുടെ പുസ്തകങ്ങൾ, അതൊക്കെ പരിചയപ്പെടാൻ എനിക്ക് ധാരാളം അവസരങ്ങളുണ്ടായി. പക്ഷെ നമുക്ക് പിന്നീട് അത് കുറേ കേരളത്തിൽ വന്ന ശേഷം നമുക്ക് പ്രയോജനപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതുപോലെയാണ് അവിടെ ഉണ്ടായിരുന്ന VKN, അദ്ദേഹവുമായിട്ട് ആദ്യമായി പരിചയപ്പെട്ടത് അവിടെ വെച്ചാണ്. അതുപോലെ M. മുകുന്ദൻ, അദ്ദേഹം നമ്മുടെ ഫ്രഞ്ച് എംബസിയിലാണെന്നല്ലോ. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹവുമായിട്ട് സംസാരിക്കാനും ബന്ധപ്പെടാനുമുള്ള അവസരം. പിന്നെ അവിടെ കേരള ക്ലബ്ബുണ്ട് ഡൽഹിയിൽ. അപ്പോൾ ഈ പുസ്തക ചർച്ച നടക്കും, ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ അവിടെ പോയിരിക്കും. അപ്പോൾ അങ്ങനെ മലയാളികളായിട്ടുള്ള എഴുത്തുകാർ, VKN ഒക്കെ ഒരു മഹാ അത്ഭുതമാണ്. നമ്മൾ ആലോചിച്ചാൽ ഒരു മഹാ അത്ഭുതമാണ്. അവസാന കാലഘട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പറ്റിയൊക്കെ ആളുകളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എഴുത്തുകാർ അങ്ങനെ ഒരു പ്രശ്നമുള്ളവരായിട്ടാണ്
എനിക്ക് പൊതുവേ തോന്നാറുള്ളത്. വലിയ വലിയ എഴുത്തുകാരാണെന്ന് നമ്മൾ കരുതുന്ന ആളുകൾ അവസാന കാലഘട്ടത്തിൽ അവരുടെ ജീവിതം പ്രയാസവും ക്ലേശപൂർണവുമാണ് എന്നത് കൂടി ഞാൻ സന്ദർഭവശാൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. VK-ൻ്റെ കാര്യം ഓർത്ത് എന്നെ വലിയ ഇഷ്ടമുണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം. M. മുകുന്ദൻ അതുപോലെയുള്ള സാഹിത്യകാരന്മാരുമായിട്ടൊക്കെ പരിചയപ്പെടാനും അടുത്ത് പെരുമാറാനും അവരോടൊക്കെ സംസാരിക്കാനും ഒക്കെ നാഷണൽ ബുക്ക് ട്രസ്റ്റിൽ പോകാനും ഒക്കെയുള്ള അവസരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നമ്മുടെ പ്രവർത്തനത്തെയും നമ്മുടെ സ്വഭാവത്തെയും ഒക്കെ രൂപപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അന്ന് ഉണ്ടായിരുന്ന അപ്പോൾ കൂടെ പാർലമെൻറ്റിലൊക്കെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ നേതാക്കളിൽ ആരായിരുന്നു വലിയ വായനക്കാരായ ആൾക്കാരെന്ന് തോന്നിയിട്ടുള്ളത്? ഓർക്കുന്നുണ്ടോ? അങ്ങനെ വായന കൂടെ കൊണ്ടു നടന്ന വലിയ അന്ന് പുതിയ തലമുറയിൽപ്പെട്ട അന്ന് ആ കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ മണിശങ്കർ അയ്യർ നന്നായി വായിക്കുന്ന ആളായിരുന്നു, എഴുതുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കൂടെ MP മാരായിരുന്നു കൂട്ടത്തിൽ. അതുപോലെ തന്നെ നമ്മളുടെ മറ്റ് ഹിന്ദി സാഹിത്യത്തിൽ പണ്ഡിതന്മാരായിട്ടുള്ള നിരവധി MP മാരുണ്ടായിരുന്നു. അത് നമുക്കിവിടെ പക്ഷേ ഇവിടെ പറഞ്ഞാൽ അറിയാൻ പാടില്ലാത്ത ആളുകളാണ്. അതുപോലെ ഇംഗ്ലീഷിലും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ താല്പര്യമുള്ള, ഡിബേറ്റിലൊക്കെ വളരെ താല്പര്യമുള്ള ധാരാളം, അല്ല അവരൊക്കെ നമുക്ക് വലിയ പ്രചോദനമായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. ഇന്ന് ചിദംബരം എക്കണോമിക്സ് വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നമുക്ക് വലിയ മുതൽക്കൂട്ടാണ്. സോംനാഥ് ചാറ്റർജി, പാർലമെൻറ്റിനകത്ത് ഞങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സോംനാഥ് ചാറ്റർജി ഒരു വലിയ മാതൃക MP ആയിരുന്നു. ധാരാളം അവരുടെയൊക്കെ പുസ്തകങ്ങൾ നമുക്ക് കേട്ടാൽ നമുക്ക് പിന്നെ ഒരു 3 പുസ്തകം കേൾക്കാൻ കഴിയും. ഞാൻ പ്രൊഫസർ KM ചാണ്ടി സാറിനെ പറ്റി പറയാറുണ്ട് എപ്പോഴും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം കേട്ടാൽ പിന്നെ നമുക്കൊരു 3, അത് കാർത്തികേയനാണ് എപ്പോഴും പറയാറുള്ളത്, നമുക്ക് 3 പ്രസംഗം നടത്താനുള്ള വക അതിൽ നിന്ന് ലഭിക്കുമെന്ന്. അപ്പോൾ അതുപോലെയുള്ള വലിയ വലിയ ആളുകൾ അവരുടെ പ്രസംഗങ്ങൾ അതെല്ലാം കേൾക്കാൻ നമുക്ക് അവസരം കിട്ടുക എന്ന് പറയുന്ന വലിയൊരു എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രസംഗം കേൾക്കുക എന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലും എനിക്ക് അവസരം കിട്ടാതെ പോകുന്നത് അത് തന്നെയാണ്. പ്രസംഗം കേൾക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. പക്ഷേ പ്രസംഗം കേൾക്കാൻ അവസരം കിട്ടാതെ പോയ ഒരു ഹതഭാഗ്യനാണ് എന്നാണ് എന്നെപ്പറ്റി എനിക്ക് വിശേഷിപ്പിക്കാനുള്ളത്. അതുപോലെ 2 വർഷം മുമ്പ് അങ്ങ് നടത്തിയ ഒരു പ്രസ്താവന, ഒരേ സമയം 2 പുസ്തകം വായിക്കും എന്ന് പറഞ്ഞൊരു കാര്യം. ഞാൻ അതിനകത്ത് ഒരു അതിശയം തോന്നി. ഞാൻ ചിലപ്പോൾ 2ഉം 3ഉം പുസ്തകം വായിക്കുന്ന ആളാണ്. അപ്പോൾ ആൾക്കാർ പറഞ്ഞു അതെങ്ങനെയാണ് സാധ്യമാവുന്നത് എന്നൊക്കെ ചോദിക്കുക. ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് മടക്കി വെച്ചിട്ട് മറ്റൊരു പുസ്തകത്തിലേക്ക് പോവുക, കുറേ കഴിയുമ്പം അത് മടുത്തിട്ട് അടുത്ത പുസ്തകത്തിലേക്ക് പോകുക. അത് മടുക്കുന്നത് കൊണ്ടല്ല, പക്ഷേ നമ്മൾ മറ്റൊന്നിലേക്ക് പോകുക, അങ്ങനെ ഒരു സ്വഭാവം എനിക്കുമുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്കൊരു അതിശയം തോന്നിയില്ല. പക്ഷേ പലരും വിചാരിച്ചു ഒരു പുസ്തകം വായിക്കുക, തുടങ്ങുക, അത് കഴിഞ്ഞ് അവസാനം വരെ വായിക്കുക, പിന്നെ അടുത്ത പുസ്തകം വായിക്കുക, അങ്ങനെയാണ് വായനയുടെ രീതി. അപ്പോൾ താങ്കളുടെ വായനാ രീതി, വായനാ സമയം, പ്രത്യേകിച്ച് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിൽ, അല്ലെ കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവെന്ന നിലയിലൊക്കെ ഇരുന്നപ്പോഴൊക്കെ ഉള്ള ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിപ്പോക്കുക, പല പ്രശ്നങ്ങൾ പഠിക്കൽ, ഇതിൻ്റെയൊക്കെ ഇടയിൽ ഈ വായനാ നേരങ്ങൾ എപ്പോഴൊക്കെയാണ്, വായനാ രീതി എങ്ങനെയാണ്, ഒന്നുകൂടി പറഞ്ഞാൽ. അത് തിരക്ക് പിടിച്ച ജീവിതമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും. അതുകൊണ്ട് തന്നെ രാത്രിയിലായിരിക്കും മിക്കവാറും പുസ്തകങ്ങൾ വായിക്കാൻ പറ്റും. പിന്നെ യാത്രയിലായിരിക്കും, പ്രത്യേകിച്ച് ട്രെയിനിൽ. ഞാൻ കൂടുതൽ ട്രെയിൻ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വായിക്കാൻ വേണ്ടി കൂടെയാണ്. അപ്പോൾ എന്നാലും ആളുകൾ വന്നിരുന്ന് പിന്നെയും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. അവർക്ക് നമ്മൾ ഈ വായിക്കുന്നതിനേക്കാൾ അവർക്ക് നമ്മളോട് വർത്തമാനം പറയുന്നതിലാണ് താല്പര്യം. എന്നാൽ അവരെ മുഷിപ്പിക്കാതെ അവരെ പറഞ്ഞയച്ചിട്ട് വീണ്ടും വായിക്കും. 2 പുസ്തകം വായിക്കുക എൻ്റെ ശീലമാണ്. എന്നെ ധാരാളം ആളുകൾ ട്രോളിയിട്ടുള്ളൊരു കാര്യമാണ്. ഒത്തിരി ആളുകൾ ട്രോളുകയും അതോടൊപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ എന്നെ വിമർശിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മൾ സത്യം പറയുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ. ഒരു പുസ്തകം വായിച്ച് കുറച്ച് കഴിഞ്ഞാൽ വേറൊരു പുസ്തകം കൂടെ വായിക്കാൻ തോന്നും. ഇടയ്ക്ക് എന്നോട് ജോയി മാത്യു എന്നോട് പറഞ്ഞു, ജോയി മാത്യു 3ഉം 4ഉം പുസ്തകം വായിക്കുമെന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ അതുകൊണ്ട് അത് വേറൊന്നും കൊണ്ടല്ല, ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് വേറൊരു പുസ്തകം കൂടെ വായിച്ചാൽ അത് വേറൊരു എന്താണ് നമ്മുടെ മനസ്സിനെ ഒന്ന് മാറ്റുകയാണ് നമ്മൾ. എന്നതുകൊണ്ട് നമ്മൾ തിരിച്ചു വരും. അങ്ങനെ ആ പുസ്തകം മുഴുവൻ 2 പുസ്തകം ഏകദേശം ഒരേ രീതിയിൽ തന്നെ വായിച്ചു തീരുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. എന്തുകൊണ്ടാണെന്നത് ചോദിച്ചാൽ എനിക്കറിയില്ല. പണ്ട് തൊട്ടേ അങ്ങനെ ശീലിച്ചു പോയത് കൊണ്ടാകാം അങ്ങനെ പുസ്തകം വരുന്നത്. ഇത്രയും പുസ്തകമൊക്കെ വായിച്ചപ്പോൾ ഒരു എഴുത്തുകാരനാവണം എന്ന് തോന്നിയിട്ടില്ലേ? അല്ലെങ്കിൽ ശ്രീ രമേശ് ചെന്നിത്തലയോട് പറയുകയാണ്, ഒരു
നോവലൊന്നും എഴുതാനല്ല, ഒരാളുടെ ജീവചരിത്രം എഴുതണം എന്ന് അങ്ങയോട് ആവശ്യപ്പെട്ടാൽ ഒരു പക്ഷേ എഴുത്തുകാരനാവണം എന്നെന്തുകൊണ്ട് ആഗ്രഹിച്ചില്ല എന്ന് ഉത്തരം പറയണം. 2, ജീവചരിത്രം എഴുതാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അങ്ങ് ആരുടെ ജീവചരിത്രം എഴുതാനായിരിക്കും ആഗ്രഹിക്കുന്നത്? ഇത്രയും കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ അങ്ങക്ക് തോന്നിയിട്ടുള്ള ഇന്നാരുടെ ജീവചരിത്രം എഴുതിയാൽ കൊള്ളാം, അത് സമൂഹം അറിയേണ്ടതാണെന്നോ അല്ലെങ്കിൽ ഞാൻ അത്രയും അധികം ഇഷ്ടപ്പെടുന്ന ഒരാളെന്നോ നിലയിൽ ആരെക്കുറിച്ചായിരിക്കും അങ്ങ് എഴുതാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ എഴുതാൻ ലേഖനങ്ങളൊക്കെ എഴുതാറുണ്ട്, അത്യാവശ്യം ലേഖനങ്ങൾ എഴുതാറുണ്ട്. ഒരു നോവൽ എഴുതണമെന്നുള്ള ആശയം എൻ്റെ മുമ്പിലുണ്ട്, ഒരാശയം എൻ്റെ മനസ്സിലുണ്ട്. ആ ആശയം രൂപപ്പെട്ട് വരുന്നേ ഉള്ളൂ. ബെന്യാമിനെ ഒന്നും വെല്ലുവിളിക്കാനല്ല, നമ്മുടെ ഒരു ആശയം എൻ്റെ മനസ്സിലുണ്ട്. നമ്മുടെ കഞ്ഞിയിൽ പാറ്റ ഇടാൻ തന്നെയാണെന്ന് നമുക്കറിയാം. അതൊന്നുമല്ല. അത് നമ്മുടെ മാതൃഭൂമിയുടെ MD നമ്മുടെ സേസിനോട് പറഞ്ഞപ്പം അത് ഞങ്ങളിറക്കും എന്നോട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടൊരു ആശയം എൻ്റെ മനസ്സിൽ ഇങ്ങനെ രൂപപ്പെട്ട് വരുന്നുണ്ട്. അതൊരു പ്രവാസവുമായി ഒക്കെ ബന്ധപ്പെട്ട ഒരു ആശയമാണ്. അത് നോക്കട്ടെ, എഴുതാൻ പറ്റുമോ നോക്കാം. തീർച്ചയായിട്ടും ഇത്രയും വായന പാരമ്പര്യമുള്ള ഒരാൾക്ക് നിശ്ചയമായിട്ടും എഴുതാൻ കഴിയുക തന്നെ ചെയ്യുമെന്നാണ് എനിക്ക് ഉറപ്പ്. നമുക്ക് ആ പുസ്തകത്തിന് വേണ്ടി ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും. ജീവചരിത്രം എഴുതാൻ ശ്രമിക്കുകയാണെങ്കിലോ? ജീവചരിത്രം എഴുതാൻ ശ്രമിക്കുകയാണെങ്കിൽ എനിക്ക് രാജീവ് ഗാന്ധിയുടെ ജീവചരിത്രം എഴുതാനാണ് താല്പര്യം. ഇപ്പോൾ ഞാൻ രാഹുൽ ഗാന്ധിയെ പറ്റി ഒരു ചെറിയ പുസ്തകം ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിമർശന വിധേയനായ ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. പക്ഷേ ഇന്ത്യയിൽ നിന്ന് ഒരു കന്യാകുമാരി മുതൽ കാശ്മീർ വരെ കാൽനടയായി യാത്ര ചെയ്ത് ജനങ്ങളെ കണ്ട് ജനങ്ങളുമായി സംബന്ധിച്ച് മുന്നോട്ട് പോയ, സാധാരണ അത് ചെറിയ കാര്യമല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, ഏതൊരു വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടാകാം, അല്ലെങ്കിൽ അനുകൂലിക്കാതിരിക്കാം. പക്ഷെ ഇത്രയും ഒരു ക്ഷമ, ഇത്രയും ഒരു അധ്വാനം, ഇത്രയും ഒരു കാഴ്ചപ്പാട് ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ അദ്ദേഹത്തെ പറ്റി ഒരു പുസ്തകം ഞാൻ ഹിന്ദിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നീട് അത് മലയാളത്തിലേക്ക് കൂടി കൊണ്ടുവരിക എന്നുള്ളത് ഒരു ഉദ്ദേശം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ അത് വൈകാതെ ഹിന്ദിയിൽ പുറത്തിറക്കണം എന്നുള്ളതാണ് എൻ്റെ ആശയം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ബെന്യാമിൻ ഏറ്റവും വലിയ വിപണി മൂല്യമുണ്ടാക്കിയത് ആടുജീവിതമാണ്. ആടുജീവിതത്തിലെ കഥാപാത്രം എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ആളാണ്. ആറാട്ടുപുഴയിലെ നജീബ് ആണ് ആ കഥാപാത്രം. അതുകൊണ്ട് തന്നെ ബെന്യാമിനുമായി സംവദിക്കുന്ന എനിക്കൊരു താല്പര്യമുള്ള വിഷയമായിട്ട് ഞാൻ അവരോട് പറഞ്ഞു. വാസ്തവത്തിൽ ഞാൻ ഈ ബെന്യാമിൻ്റെ ആടുജീവിതം വായിച്ചപ്പം അത് വിധിയാണ് നജീബിനെ അവിടെ കൊണ്ട്. ഈ ജോലിക്ക് വേണ്ടി അല്ല നജീബ് പോയത്, അല്ലല്ലോ. ഇയാളുടെ കൂടെ ജോലി ചെയ്യാനും അല്ല പോയത്. പക്ഷെ ആൾ മാറി ഇയാളുടെ കൂടെ വന്ന് ആടിനോടൊപ്പം ജീവിക്കേണ്ടി വന്നു, ആടിനെ പോലെ ജീവിക്കേണ്ടി വന്നു. പിന്നീടാണ് നജീബ് തിരിച്ചറിയുന്നത് താനായിരുന്നില്ല ഈ ജോലി ചെയ്യേണ്ട വ്യക്തി, ആൾ മാറിപ്പോയതാണെന്ന്. അപ്പം അവിടെ ബെന്യാമിൻ അത് വിധിക്ക് വിട്ടുകൊടുക്കുകയാണ്. അങ്ങ് അത് വിധിക്ക് വിട്ടുകൊടുക്കാനുള്ള കാര്യം എന്താണ്? അതിനകത്തൊരു ആത്മീയതയുടെ അംശമില്ലേ? അത് അങ്ങയുടെ മനസ്സിൽ തളം കെട്ടി നിൽക്കുന്ന ആത്മീയതയുടെ ഒരു പകർച്ചയല്ലേ അത് എന്നാണ് എനിക്ക് ചോദിക്കാൻ. തീർച്ചയായിട്ടും ഒരു എഴുത്തുകാരൻ ഏത് കൃതി എഴുതിയാലും അയാളുടെ മനസ്സ്, അയാളുടെ ചിന്ത, അയാളുടെ ദർശനങ്ങൾ, അയാളുടെ വിചാരങ്ങളൊക്കെ അതിനകത്ത് പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഓരോ എഴുത്തുകളും വ്യത്യസ്തമാവുന്നത്. കാരണം നമ്മൾ ഓരോരോ മനസ്സുകളോടാണ് സംവേദിക്കുന്നത്. ഈ ഒരു വിഷയത്തിന്മേൽ ഏറെ ചിന്തിച്ചിട്ടുള്ള ഒരാളാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളായിത്തീരുന്നതിൻ്റെ പിന്നിലുള്ള കാരണം എന്ത് എന്ന ചോദ്യം. നമ്മൾ ഇപ്പോൾ സമാന സാഹചര്യത്തിൽ ജീവിക്കുന്ന 2 പേർ, ഒരേ വീട്ടിൽ താമസിക്കുന്ന സഹോദരന്മാർ എന്തുകൊണ്ടാണ് വ്യത്യസ്ത രീതികളിലേക്ക് പോകുന്നതും? ഒരാൾ ബിസിനസ്സിൽ വലിയ ജയിൻ്റ് ആവുന്നു, ഒരാൾ അതേ സമയത്ത് ചിലപ്പോൾ വേറൊന്നായി മാറുന്നു, ഒരാൾ എഴുത്തുകാരനായി മാറുന്നു, ഒരാൾ പാട്ടുകാരനായി മാറുന്നു, ഒരാൾ വലിയ സക്സസ് ആവുന്നു, ഒരാൾ ചിലപ്പോൾ വലിയ മദ്യപനായി ഇങ്ങനെ തെരുവിൽ നടക്കുന്നു. എന്താണ് ഒരേ സാഹചര്യങ്ങളിൽ ജീവിക്കുമ്പോൾ പോലും എന്താണ് ഇതിൻ്റെ കാരണമെന്ന് വളരെ ചെറുപ്പം മുതലേ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തൊരു വിധിയുണ്ട് എന്ന് ഞാൻ കരുതുന്നുണ്ട്. അതേ സമയത്ത് ഞാൻ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. വിധിയോടൊപ്പം തന്നെ നമുക്ക്
നമ്മൾ നടക്കേണ്ടതായ നിയോഗത്തിൻ്റെ ഒരു പാത കൂടിയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ ശ്രീ രമേശ് ചെന്നിത്തല രാഷ്ട്രീയക്കാരനാവുക എന്നത് താങ്കളുടെ വിധിയായിരിക്കാം. പക്ഷേ താങ്കൾ പിന്നീട് ഞാൻ രാഷ്ട്രീയക്കാരനാവാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞതിന് അവിടെ എത്തപ്പെട്ടതിന് ശേഷം താങ്കൾ നടന്ന ഒരു വഴിയാണ് താങ്കളുടെ ജീവിതം എന്ന് പറയുന്നത്. അതിനുവേണ്ടി എടുത്ത ഒരു എഫേർട്ടുണ്ട്. അങ്ങനെ വിധിയും നിയോഗവും തമ്മിൽ രണ്ടാണ് എന്ന് വിചാരിക്കുന്ന ഒരു ദാർശനിക ചിന്താപദ്ധതിയാണ് എനിക്ക് ഉള്ളത്. നമ്മളെ ഒരു വഴിയുടെ മുനമ്പിൽ വരെ എത്തിച്ചു നിർത്തുന്നത് ചിലപ്പോൾ വിധിയാവാം. പക്ഷെ ആ വിധിയിൽ നിന്ന് നമ്മൾ എങ്ങനെ നടക്കണം, എങ്ങോട്ട് നടക്കണം, ഏത് രീതിയിലാണ് മുന്നോട്ട് പോവേണ്ടത് എന്ന് ചിന്തിക്കാനുള്ള ഒരു വലിയ മനസ്സ് മനുഷ്യനുണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ മൃഗങ്ങൾക്കില്ലാത്ത ഒരു ചിന്താപദ്ധതി. ഞാനൊരു ദിവസം ശ്രീ ബഹുമാനപ്പെട്ട പരിശുദ്ധ കാതോലിക്ക ബാബയെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ആത്മീയതയുടെ പദത്തിൽ നിന്നുകൊണ്ട് താങ്കൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹവും പറഞ്ഞത്, ഒരു പുരോഹിതനാവുക എന്ന് പറയുന്നതിൻ്റെ വിളി നമുക്കുണ്ട്. പിന്നെ പുരോഹിതനാവണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ബോധ്യം നമുക്കുള്ളതാണ്. നമ്മൾ മനുഷ്യനാണ് തീരുമാനിക്കേണ്ടത്. ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഒരു വഴിയുടെ ഒരു ഭാഗത്ത് ചെന്ന് നിന്നതിന് ശേഷം പിന്നെ നടക്കേണ്ട വഴി നമ്മൾ നടക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ആടുജീവിതത്തിലേക്ക് വന്നാൽ നജീബ് അവിടെ എത്തപ്പെട്ടു എന്നത്, അയാൾ തട്ടിക്കൊണ്ട് പോകപ്പെട്ടു എന്നത് ഒരു വിധിയാവാം. പക്ഷേ ആ വിധിയെ എങ്ങനെ നേരിടണമെന്ന് തീരുമാനിക്കുന്നത് അയാളാണ്. അതുകൊണ്ടാണ് അയാൾ ആത്മഹത്യ ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുന്നത്. അയാൾക്ക് വേണമെങ്കിൽ അവിടെ വെച്ച് ആത്മഹത്യ ചെയ്ത ജീവിതത്തെ എന്നേക്കുമായി എൻ്റെ വിധി ഇതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. പക്ഷേ അയാൾ ഓരോ നിമിഷവും ആ വിധിയെ നിരന്തരം നേരിട്ട് തോൽപ്പിക്കുന്ന ഒരു കഥയാണ് യഥാർത്ഥത്തിൽ ആടുജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ പ്രത്യാശപരമായി ജീവിക്കുക എന്ന് പറയുന്ന ഒരു ആശയം ഒരുപക്ഷെ എൻ്റെ ഉള്ളിൽ ഈ മഹത്തായ കൃതികൾ ദസ്തയേവ്സ്കിയുടെയോ ടോൾസ്റ്റോയിയുടെയോ ഷേക്സ്പിയറിൻ്റെയോ ഒക്കെ മഹത്തായ കൃതികൾ വായിച്ച് അല്ലെങ്കിൽ അന്ന് വായിച്ച ആത്മീയ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ കിട്ടിയ ഒരു ആത്മീയത ഇതിനകത്തേക്ക് പകർന്നു വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ ജീവിത നിലപാട് എന്ന് പറയുന്നത്. ചോദ്യങ്ങൾ രണ്ടുപേർക്ക് ഇനിയും ചോദിക്കാനുണ്ട്. അടുത്തതായി ഓഡിയൻസിനുള്ള ഒരു അവസരമാണ്. ക്ഷമിക്കണം, സമയപരിധി മൂലം. 300ഓളം പുസ്തകങ്ങൾ, 300 പതിപ്പുകൾ ഇപ്പൊ ഇറങ്ങി. ഇപ്പൊ ബ്ലസ്സി അത് സിനിമ ബ്ലസ്സി ആണ്ട് ഒരു മാസം അവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അല്ലേ, കോവിഡ് കാലത്ത്. അപ്പൊ ആ പുസ്തകങ്ങൾ ഇപ്പൊ സിനിമ ഇറങ്ങാൻ പോകുന്നു എന്ന് മനസ്സിലായി. ഞങ്ങൾ യഥാർത്ഥ കാര്യങ്ങളിലേക്ക് വന്നിട്ടില്ല. അതെ. അതുകൊണ്ട് സിനിമയ്ക്ക് എല്ലാവിധ ആശംസകൾ. താങ്ക് യു. ഏപ്രിൽ 10-ാം തീയതി സിനിമ റിലീസ് ചെയ്യാണ്. നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിക്കുകയാണ് എന്താണ് എന്ന്. കാരണം മറ്റന്നാളിൽ ഞാനും ബ്ലസ്സിയും തമ്മിൽ ഇവിടെ ഒരു സെഷനും വെച്ചിട്ടുണ്ട്. അതിനെ മാത്രം അടിസ്ഥാനമാക്കി. ബ്ലസ്സിയുടെ ഒരു തപസ്യായിരുന്നു സത്യത്തിൽ. അത് എന്റെ 14 വർഷക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം എന്റെ സുഹൃത്താണ്. അപ്പോൾ എന്നോട് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്കിനി പല ചോദിക്കാനുണ്ട്. അതെന്ത് ചെയ്യും? അത് നമുക്കിനി മിക്കവാറും ഗസ്റ്റ് ലോഞ്ചിൽ ഇരുന്ന് ചോദിക്കേണ്ടി വരും. എന്തായാലും ഈ മാന്തളിർ ഏതുകൂടാന്ന് പറയാം. മാന്തളി ആള് വിചാരിക്കുന്ന മാന്തളിർ എന്ന് പറയുന്നത് ഐരാണിപ്പാടം പോലെ എന്തോ ഒരു പ്രദേശമാണ്, അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ സങ്കല്പ ലോകത്തിലാണെന്ന്. അങ്ങനെയല്ല. അത് പന്തളത്തിനും കുളനിടയും ഇടയിലുള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ പേര് മാന്തുക എന്നായിരുന്നു. പിന്നെ മാന്തുക എന്ന് പറയുന്നത് മോശം പേരായതുകൊണ്ട് ഇവരെല്ലാം കൂടെ അത് മാന്തളിർ എന്നാക്കിയതാണ്. അതുകൊണ്ട് അത് ഒരു സാങ്കല്പിക കഥ, ഒരു സ്ഥലമല്ല. എസ് കെ പൊറ്റക്കാടിൻ്റെ കഥ പോലെ പ്രദേശം പോലൊരു പ്രദേശമല്ല, അത് സ്ഥലമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അത് എഴുതുന്നുണ്ട്. മാന്തളിർ എന്ന സ്ഥലത്തെപ്പറ്റി നന്നായിട്ട് അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. എനിക്കൊരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട്. അങ്ങൊരു കമ്മ്യൂണിസ്റ്റ് പക്ഷപാതിയാണെന്ന് ഞങ്ങൾക്കറിയാം. അത് തെറ്റൊന്നുമില്ല. എല്ലാവർക്കും അവരവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ട അല്ലെങ്കിൽ വിശ്വസിക്കാനുള്ള അധികാരവും അവകാശവും. പക്ഷെ ആധുനിക കാലഘട്ടങ്ങളിൽ തെറ്റുകൾക്കെതിരെ പ്രതികരിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ സാഹിത്യ നായകൻ അങ്ങ് പറഞ്ഞു പ്രതികരിക്കണം, പ്രതികരിക്കാതിരുന്നിട്ട് കാര്യമില്ല എന്ന് അങ്ങ് പറഞ്ഞല്ലോ. അപ്പം ഇന്ന് നമ്മൾ കാണുന്ന തെറ്റുകൾക്കെതിരെ എന്തുകൊണ്ട് നമ്മുടെ സാഹിത്യ നായകന്മാർ പ്രതികരിക്കുന്നില്ല? അത് ഏത് പാർട്ടി ഭരിച്ചാലും അവർ പ്രതികരിക്കാൻ ബാധ്യസ്ഥരാണെങ്കിൽ, പക്ഷേ നമ്മുടെ സാഹിത്യ നായകന്മാരുടെ നാക്ക് പലപ്പോഴും ചലിക്കുന്നില്ല എന്നൊരു പരാതി എനിക്കുണ്ട്. എൻ്റെ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ഞങ്ങളെ വിമർശിക്കുന്നതിന് ഞാൻ അതിനെ ഒരിക്കലും എതിർക്കുന്നയാളല്ല.
പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ സാഹിത്യ നായകന്മാർ കാശിക്ക് പോയിരിക്കുകയാണ് എന്നൊരു ചിന്ത കേരള സമൂഹത്തിൽ രൂഢമൂലമാണ്. അങ്ങേക്ക് അതിനെപ്പറ്റി എന്താ പറയുന്നത്? മറ്റ് സാഹിത്യകാരന്മാർ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നതിൻ്റെ ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല. പക്ഷേ ഞാൻ പ്രതികരിക്കാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം തന്നെ ഏറ്റവും വലിയ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ ചർച്ചകളിലൊന്ന് MTയുടെ പ്രതികരണമായിരുന്നു. അപ്പോൾ സാഹിത്യകാരന്മാർ പ്രതികരിക്കുന്നില്ല എന്നുള്ളതല്ല, സാഹിത്യകാരന്മാർ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തെ ബാധിക്കുന്ന വിഷയം എന്ത് എന്നുള്ളൊരു ചോദ്യം നമ്മൾ ഓരോരുത്തരും ഉന്നയിക്കേണ്ടതുണ്ട്. ആ ചോദ്യത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മളെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഇന്ത്യയെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന മതതീവ്രവാദവും ഏകാധിപത്യ സ്വഭാവങ്ങളും നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോക്ക് എന്ന ചിന്തയുമാണ് എന്നുള്ളതാണ്. അപ്പോൾ എഴുത്തുകാരൻ എവിടെ നിന്ന് നിൽക്കണമെന്ന ഒരു ചോദ്യത്തിൻ്റെ ഇടയിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കണമെന്നുള്ളൊരു ചോദ്യം ഉണ്ടാകുന്നത്. അതിൻ്റെ അർത്ഥം 100% ഇടതുപക്ഷത്തെ എല്ലാ ആൾക്കാരും ശരിയാണെന്നോ ഇടതുപക്ഷം ചെയ്യുന്നതെല്ലാം ശരിയാണെന്നോ എന്ന അർത്ഥത്തിലല്ല. പക്ഷേ പുതിയ കാലത്ത് മോദി സർക്കാർ ചെയ്യുന്നത്, അങ്ങനെ പറയാമല്ലോ, മോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൈന്ദവ തീവ്രവാദം വളർത്തിക്കൊണ്ടിരിക്കുന്നതിൽ ഒക്കെ വലിയ ഭീതി ഈ രാജ്യത്ത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഴുത്തുകാർ അത്തരത്തിലുള്ള വലിയ വിഷയങ്ങളെക്കുറിച്ച് നിരന്തരം സംസാരിക്കുകയും മനുഷ്യരെ ജാഗരൂകരാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും നമ്മൾ ഈ വർഗീയതയുടെ പിടിയിൽ നിന്ന് മോചിതരാവാൻ ശ്രമിക്കുകയും ചെയ്യണമെന്നാണ് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. രാജ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇടം. അവിടെ നമ്മളുടെ ഇടയിലെ ചെറിയ ഇവിടുത്തെ സ്വകാര്യ തർക്കങ്ങൾ പറഞ്ഞു തീർക്കാൻ ഉള്ള ഇടങ്ങൾ, അതിനുള്ള സമയമല്ല യഥാർത്ഥത്തിൽ രാജ്യം നേരിടുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും കോൺഗ്രസിനോടുള്ള എൻ്റെ ഒരു വിമർശനം, ഞാൻ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നത്, കോൺഗ്രസ് നേതാക്കളോടൊപ്പം ഒരു വേദി പങ്കിടുന്നതിലോ അവരുടെ പരിപാടികളിൽ പോകുന്നതിനോ ഒന്നും മടിയുള്ള ഒരാളല്ല. ഞാൻ CPMൻ്റെ മെമ്പറൊന്നുമുള്ള മെമ്പർഷിപ്പുള്ള ആളല്ല, അവിടെ നിന്ന് ഉത്തരവുകൾ സ്വീകരിക്കുന്ന ആളുമല്ല. പക്ഷേ കോൺഗ്രസ് പലപ്പോഴും അത്തരത്തിൽ വർഗീയതയെ നേരിടുന്നതിൽ പിന്നോട്ട് പോകുന്നത് എന്ത് എന്നുള്ള ഒരു ആലോചനയിൽ നിന്നാണ് എഴുത്തുകാർ പലപ്പോഴും കൂടുതലായി ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇന്നത്തെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ്. 2040 ഇന്ത്യ എന്തായി തീരുമെന്ന ചോദ്യം. നിങ്ങൾ 2020-നെക്കുറിച്ചോ 24-നെക്കുറിച്ചോ 25-നെക്കുറിച്ചോ അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. 2040 ഇന്ത്യ എന്താവണം എന്നുള്ള ആലോചനയിലാണ് വലതുപക്ഷ തീവ്രവാദികൾ അവരുടെ ആലോചനയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഹിറ്റ്ലർ എങ്ങനെയാണ് 1920-കളിൽ ജർമ്മനിയിൽ അവരുടെ അജണ്ട നടപ്പാക്കിക്കൊണ്ട് വന്ന് വളർത്തിക്കൊണ്ടുവന്ന് ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ അജണ്ടയുണ്ടാക്കി. ന്യൂനപക്ഷങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും, അന്നത്തെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ ശത്രുക്കൾ ജൂതന്മാരാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് അജണ്ടയുണ്ടാക്കി മുന്നോട്ട് കൊണ്ടുവന്ന ആ ജനതയെ ഒടുക്കിക്കളഞ്ഞതിൻ്റെ സമാനമായ അവസ്ഥ ഇന്ന് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രപ്പകണ്ട സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനെതിരെ സംസാരിക്കുക തന്നെയാണ് ഓരോ എഴുത്തുകാരൻ്റെയും ഉത്തരവാദിത്വം എന്നാണ് വിചാരിക്കുന്നത്. 20 വർഷം കഴിഞ്ഞ് ഞാൻ ഈ ഭൂമിയിലുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ ഞാൻ സംസാരിച്ചു എന്ന ബോധ്യത്തോടു കൂടി എനിക്ക് പോകാൻ കഴിയും. അവിടെ നമ്മളുടെ ചെറിയ കാര്യങ്ങൾ പ്രശ്നമേ അല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് എഴുത്തുകാർ ഇത്തരം വിഷയങ്ങളിൽ സംസാരിക്കാതെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് മാത്രമല്ല, ഇപ്പം എഴുത്തുകാരുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന ഒരു ചിന്ത കൂടിയുണ്ട്, അതുകൂടി പറയേണ്ടതുണ്ട് എന്നുള്ളത്. ഇത് മൊത്തം ഒന്നുകിൽ രാഷ്ട്രീയക്കാർ ഇത് പറയണം, അല്ലെങ്കിൽ എഴുത്തുകാർ പറയണം. ബാക്കി ഞങ്ങൾ വക്കീലന്മാർ, ഡോക്ടർമാർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, ഞങ്ങളൊക്കെ വളരെ നിശബ്ദരായി വിട്ടിരുന്ന് നിങ്ങൾ പറയുന്നതൊക്കെ കേട്ട് ഇരുന്നുകൊള്ളാമെന്നുള്ളത്. ഇത് സമൂഹത്തിലെ മുഴുവൻ ആൾക്കാരുടെയും ഉത്തരവാദിത്തമാണെന്ന് കൂടി നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. അല്ലാതെ ഇത് എഴുത്തുകാരൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല. എല്ലാവരും ഒരേപോലെ പ്രതികരിക്കേണ്ട ഒരു കാലത്തിൽ കൂടിയാണ് നമ്മളിവിടെ നിൽക്കുന്നത് എന്നാണ് എനിക്കതിനോട് ചേർത്ത് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഞാൻ അതിനോട് യോജിക്കുകയാണ്. ഞാനതാണ് ഒരു പുസ്തകത്തിന്, നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ് വൈ ഐ കിൽഡ് ഗാന്ധി. അതിൽ ഗോഡ്സെ തൻ്റെ ലാസ്റ്റ് അഫിഡവിറ്റ് പൂന ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ പറയുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയമായ ചേരിതിരിവുണ്ടാക്കാനും അതുവഴി അധികാരം നിലനിർത്താനുമുള്ള നീക്കങ്ങൾ അതിൻ്റെ ഭാഗമാണ്, അതിൻ്റെ തുടർച്ചയാണ്. VD സവർക്കറുടെ ആത്മകഥ ഞാനിപ്പോൾ വായിക്കുന്നുണ്ട്. ആ ആത്മകഥ വായിക്കുമ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ മുഴുവൻ എനിക്കതിൽ കാണാൻ കഴിയുന്നുണ്ട്.
സവർക്കർ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ എത്ര മനോഹരമായി ഇന്ത്യയിൽ നടപ്പാക്കാമെന്ന് പ്രായോഗിക തലത്തിൽ നടപ്പാക്കാൻ കഴിയുമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ തീർച്ചയായും നമ്മളെല്ലാവരും എതിർക്കണം. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഇപ്പം അങ്ങ് പറഞ്ഞല്ലോ, വക്കീലന്മാർക്കും ഡോക്ടർമാർക്കും ഒക്കെ ഉത്തരവാദിത്വമുണ്ട്. ഉണ്ടെങ്കിൽ പോലും ഏറ്റവും വലിയ ഉത്തരവാദിത്വമുള്ളത് എഴുത്തുകാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും തന്നെയാണ്. കാരണം അവരാണ് ഈ സമൂഹത്തിന് വഴികാട്ടിയായി നിൽക്കേണ്ടവർ എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്ക് പിന്നോട്ട് പോകാൻ സാധ്യമല്ല. തീർച്ചയായിട്ടും നമുക്ക് ഒരു 5 മിനിറ്റ് വൈകി തുടങ്ങിയതുകൊണ്ട് നമുക്ക് 5 മിനിറ്റ് കൂടെ അനുവദിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് പോകാൻ തോന്നും. ഒരു 5 മിനിറ്റ് 2-3 ചോദ്യങ്ങൾ എടുക്കാം. തീർച്ചയായിട്ടും എന്നോടല്ല, ശ്രീ രമേശ് ചെന്നിത്തലയോട് വേണം ചോദിക്കാനെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്നോട് എപ്പോഴും നിങ്ങൾ സംവദിക്കുകയാണ്. ഇദ്ദേഹത്തെ നമ്മൾ അങ്ങനെ വേദിയിൽ കിട്ടുന്ന ആളല്ല, പ്രത്യേകിച്ച് സാഹിത്യോത്സവത്തിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു അപൂർവ അവസരമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സാർ, ഇവിടെ അങ്ങിപ്പോൾ വർഗീയ രാഷ്ട്രീയത്തെ പറ്റി പറഞ്ഞു. ഇവിടെ ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് കോൺഗ്രസ്സുകാരായിരുന്നു ഇവിടെ അധികാരത്തിരുന്നത്. അന്ന് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായിരുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഇന്നിപ്പോൾ ഒരു വർഗീയ പാർട്ടി ഇവിടെ ഭരിക്കുന്നതിൽ ഒരു വലിയ ഉത്തരവാദിത്വം കോൺഗ്രസിനോട് ഇല്ലേ? അന്ന് പ്രധാനമന്ത്രി നരസിംഹറാവുവാണ്. കോൺഗ്രസിൻ്റെ MLA-മാരെയാണ് കൂടുതൽ ബി ജെ പി വിലയ്ക്ക് വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ വർഗീയ രാഷ്ട്രീയത്തിന് ഇവിടെ കുടപിടിച്ചത് കോൺഗ്രസ്സുകാരല്ലേ? ബാബറി മസ്ജിദ് തകർത്തത് അന്നത്തെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു കലാപമാണ്. ആ കലാപത്തെ നമ്മൾ എതിർക്കുകയും അതിനുശേഷം അത് തയ്യാറാകാത്ത ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുകയും ചെയ്തു. അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ് തന്നെ അതിനെ എതിർക്കാൻ ബാധ്യസ്ഥമായ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യാത്തത് കൊണ്ട് ആ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുകയും ചെയ്തു. അപ്പം ബി ജെ പി ചെയ്ത കലാപത്തിന് ഉത്തരവാദിത്വം കോൺഗ്രസിൻ്റെ തലയിൽ വെച്ചിട്ടിട്ട് കാര്യമില്ല. അതല്ല സാർ, ഇന്ദിരാഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഇന്ത്യയിൽ ഇന്നുമുണ്ട്. ആ ഒരു ഇത് രാജീവ് ഗാന്ധിക്ക് സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണെന്നുണ്ടെങ്കിലും കോൺഗ്രസ് ഈ അജണ്ടയ്ക്ക് കൂട്ടുനിന്നുവെന്ന് തന്നെ ഈ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോഴും കോൺഗ്രസ് ഒരിക്കലും കൂട്ടുനിന്നിട്ടില്ല. കോൺഗ്രസിൻ്റെ ഒരു ആവശ്യമില്ല. കോൺഗ്രസ് എന്നും മതേതര ജനാധിപത്യ മൂല്യങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്ന പ്രസ്ഥാനമാണ്. നമ്മുടെ സംവാദ വേദിയല്ല, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ അഭിപ്രായത്തോട് അദ്ദേഹം യോജിക്കണം എന്ന് നമുക്ക് ശഠിക്കാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങളുള്ള ഒരു പൊതുവിടത്തിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. അദ്ദേഹം അഭിപ്രായം പറയുന്നത്. അതുകൊണ്ട് സംവാദം പോലെ വേണ്ട. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം എന്ന് ഒരു ചോദ്യം കൂടെ ഒരു ചോദ്യം കൂടെ ഹലോ സാർ, എൻ്റെ പേര് അനിരുദ്ധ്. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത് വേറൊന്നുമല്ല. സാർ ഇപ്പോൾ പറഞ്ഞു എന്താ എഴുത്തുകാർക്കും രാഷ്ട്രീയക്കാർക്കും എന്താ പറയുക ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെ എതിർത്ത് സംസാരിക്കുക എന്നുള്ളത്, ഒരു സാധാരണക്കാരനും അത് ചെയ്യാം എന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു സാധാരണക്കാരൻ നമ്മളെല്ലാവരും ഇപ്പോൾ ഇത് എന്നെ തന്നെ എടുത്തോളൂ. ഞാനിപ്പോൾ പോയിട്ട് പറയുകയാണ്, ഞാനിപ്പോൾ അവരുടെ നയങ്ങൾക്കെതിരെ പ്രതികരിച്ചു. അപ്പോൾ എന്നെ അടിച്ചമർത്താൻ മാത്രമേ അവർ നോക്കുകയുള്ളൂ. ഇപ്പോൾ തന്നെ സാറ് ഉൾപ്പെടെയുള്ള ആൾക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിലൊരു എന്താ പറയുക ഒരു പ്രസംഗം എന്തോ ഒന്നിനു വേണ്ടിയിട്ട് നടത്തി. അപ്പോൾ അവിടെ സാർ ഉൾപ്പെടെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന വേദിക്ക് അവർ ഇത് ജലപീരങ്കി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചു ഇല്ലേ? അപ്പോൾ അങ്ങനെ സാറിന് തന്നെ ഒരു എന്താ സുരക്ഷയില്ല. പിന്നെ നമ്മൾ എന്തിന്റെ ധൈര്യത്തിൽ പോയിട്ട് അവിടെ പ്രതികരിക്കും എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സ്വന്തം ജീവൻ ബലി കഴിക്കപ്പെടേണ്ടി വരുമ്പോൾ സുരക്ഷ അനുസരിച്ച് വീടിനെ കുറിച്ചാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ നിങ്ങളുടെ രാജ്യം വലിയ അപകടത്തിൽ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെ ജീവൻ ബലി കൊടുത്തും എന്താണ് ജലപീരങ്കിക്ക് മുമ്പിൽ നിന്നും അടികൊണ്ടും ഒക്കെയാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുക എന്നുള്ള ഒരു ബോധം വേണം. അപ്പൊ അല്ലാതെ താങ്കൾ വീട്ടിലിരുന്നേച്ച് ഞങ്ങൾക്ക് സുരക്ഷിതയില്ല എന്ന് പറഞ്ഞാൽ അത് അതിനോളം ജനാധിപത്യ വിരുദ്ധമായ ഒരു പ്രസ്താവന വേറെ ഇല്ല എന്ന് താങ്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ രാജ്യം ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്ന് താങ്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. താങ്ക് യു. സമയം കുറച്ച് അതിക്രമിച്ചെങ്കിലും നമുക്ക് വേണ്ടി ഇത്രയും മനോഹരമായ ഒരു സെഷൻ സമ്മാനിച്ച ശ്രീ ബെന്യാമിനും ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഞങ്ങൾ സംവാദം ഇവിടെ അവസാനിപ്പിക്കുന്നില്ല, ഞങ്ങളിത് തുടരും. അപ്പോൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഞങ്ങളിൽ ആരാണ് ആട് ആരാണ് മാന്തളർ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. എല്ലാ സന്തോഷവും. താങ്ക് യു വെരി മച്ച്. എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. മാതൃഭൂമി ഇങ്ങനെയൊരു ആശയ സംവാദത്തിന് അവസരം നൽകിയതിന്. ചോദിക്കാനും പറയാനും ഒത്തിരി ധാരാളം കാര്യങ്ങളുണ്ടെങ്കിലും അത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നു.
ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു.